മലയാള സാഹിത്യ ലോകത്തെ അക്ഷരസൂര്യൻ വിടവാങ്ങുമ്പോൾ കാലം മായ്ക്കാത്ത മഞ്ഞുതുള്ളികൾ പോലെ എഴുത്തിന്റെ നാലുകെട്ടിൽ ഓർമ്മകൾ ബാക്കിയാവും. നവതിയുടെ നിറവിലും കർമ്മനിരതമായിരുന്ന തൂലിക നിലതെറ്റി താഴെ വീണതും MTയെ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും അറിഞ്ഞപ്പോഴും ഓരോ വായനക്കാരനും മഞ്ഞിലെ വിമലയെപ്പോലെ പ്രതീക്ഷയോടെ പറഞ്ഞത് വരും വരാതിരിക്കില്ലെന്നാണ്. ഇനിയും എഴുതി തീർക്കാത്ത വീരഗാഥകൾ ബാക്കിയാക്കി കാലത്തെയും തരിച്ചിരുത്തിക്കൊണ്ട് അക്ഷരലോകത്തേക്ക് ഇനിയൊരു രണ്ടാമൂഴമില്ലെന്ന് ഒരു ചെറുപുഞ്ചിരിയോടെ ജന്മബന്ധനങ്ങളുടെ കെട്ടുപൊട്ടിച്ച് മലയാണ്മയുടെ നെഞ്ചിൽ വേദനയുടെ പൂക്കൾ ബാക്കിയാക്കി ജീവിതത്തിന്റെ അങ്ങേ കടവിലേക്ക് MT വാസുദേവൻ നായർ എന്ന മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ യാത്രയാവുമ്പോൾ ആ തൂലികയിൽ നിന്നടർന്നു വീണ ഓരോ വാക്കും വരികളും നിന്റെ ഓർമ്മയ്ക്കെന്ന് നെടുവീർപ്പിടുന്നു. 1933 ജൂലൈ 15 ബ്രിട്ടീഷ് ഇന്ത്യയിലെ മദ്രാസ് പ്രവിഡൻസിയിൽ അന്നത്തെ മലബാർ ജില്ല, ഇന്നത്തെ പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിൽ T. നാരായണൻ നായരുടെയും അമ്മാളു അമ്മയുടെയും 4 മക്കളിൽ ഇളയവനായി ജനനം. വളരെ ചെറുപ്പത്തിലെ കവിതയായിരുന്നു MT എഴുതി തുടങ്ങിയത്. പിന്നീട് ആ എഴുത്തുകൾ ഗദ്യത്തിലേക്ക് വഴിമാറുകയായിരുന്നു. 1948 തൻ്റെ 15-ാം വയസ്സിൽ മദ്രാസ് ആസ്ഥാനമായുള്ള ചിത്രകേരളം മാസികയിലാണ് MTയുടെ ആദ്യ കഥ വിഷുവാഘോഷം പ്രസിദ്ധീകരിച്ചത്. 1952 രക്തം പുരണ്ട മണൽത്തരികൾ എന്ന തൻ്റെ ആദ്യ പുസ്തകം പ്രസിദ്ധീകരിച്ചു. പാലക്കാട് വിക്ടോറിയ കോളേജിൽ രസതന്ത്രത്തിൽ 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ വളർത്തുമൃഗങ്ങൾ എന്ന ചെറുകഥ ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ, ഹിന്ദുസ്ഥാൻ ടൈംസ്, മാതൃഭൂമി എന്നിവ സംയുക്തമായി നടത്തിയ ലോക ചെറുകഥാ മത്സരത്തിൽ 1-ാം സ്ഥാനം നേടിയതോടെ MTയെ തേടി ആദ്യ സാഹിത്യ പുരസ്കാരമെത്തുന്നു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഖണ്ഡശയായി പ്രസിദ്ധീകരിച്ച പകലും പാതിരാവിനും ശേഷം തൻ്റെ 23-ാം വയസ്സിൽ നാലുകെട്ടിലൂടെ 1958 കേരള സാഹിത്യ അക്കാദമി അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. അവിടുന്നങ്ങോട്ട് മലയാള സാഹിത്യത്തിന് ഒരു യുഗാരംഭമായിരുന്നു. കൂടല്ലൂരിൻ്റെ കഥാകാരൻ മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരനായി മാറുവാൻ ഏറെ സമയം വേണ്ടി വന്നില്ല. മാതൃഭൂമിയിൽ ജൂനിയർ എഡിറ്ററായായിരുന്നു അദ്ദേഹം തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. പിന്നീട് മാതൃഭൂമി പീരിയോഡിക്കൽസിൻ്റെ എഡിറ്ററായും സേവനമനുഷ്ഠിച്ചു. നാലുകെട്ട്, കാലം, അസുരവിത്ത്, മഞ്ഞ് എന്നിങ്ങനെ ഒട്ടേറെ നോവലുകളും ഇരുട്ടിൻ്റെ ആത്മാവ്, കുട്ടിയടത്തി, വാനപ്രസ്ഥം, നിന്റെ ഓർമ്മയ്ക്ക്, ഷെർലക്ക്, ബന്ധനം എന്നിങ്ങനെ അനവധി കഥകളും രചിച്ച MTയുടെ മാസ്റ്റർ പീസായി അറിയപ്പെടുന്നത് രണ്ടാമൂഴമാണ്. ഇതിഹാസകാരൻ വേണ്ടത്ര പ്രാധാന്യം നൽകാൻ മറന്ന ഭീമസേനനെ രണ്ടാമൂഴത്തിലൂടെ ലോകത്തിനു മുന്നിലേക്ക് എടുത്തു കാട്ടുകയായിരുന്നു അദ്ദേഹം. ലോകദൃഷ്ടികളെയും വാഴ്ത്തുപാട്ടുകളെയും തച്ചുടയ്ക്കാനും ഉടച്ചുവാർക്കാനും പുതിയ മാനങ്ങൾ എഴുതി ചേർക്കാനുമുള്ള MTയുടെ ഈ അഭിവാഞ്ച ഒരു വടക്കൻ വീരഗാഥയുടെ തിരക്കഥാ ശില്പചാതുരിയിലും കാണാം. 1963 മുറപ്പെണ്ണെന്ന ചിത്രത്തിനായിരുന്നു MT ആദ്യമായി തിരക്കഥ എഴുതിയത്. പിന്നീട് 63ഓളം സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതി. പള്ളിവാളും കാൽച്ചിലമ്പും എന്ന തൻ്റെ കഥയെ തിരക്കഥയാക്കി നിർമാല്യം എന്ന ചലച്ചിത്രം MT സംവിധാനം ചെയ്ത് നിർമ്മിച്ചൊരുക്കിയപ്പോൾ മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ചു. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച PJ ആന്റണിക്ക് ഭരത് അവാർഡും ലഭിച്ചു. തൊട്ടതെല്ലാം പൊന്നാക്കിയ MTയുടെ തിരക്കഥയിൽ മലയാളത്തിന് ലഭിച്ച എല്ലാ ചലച്ചിത്രങ്ങളും മലയാള സിനിമയിലെ ക്ലാസിക്കുകളായി മാറി. മോഹിനിയാട്ടം, ബന്ധനം, ദേവലോകം, വാരിക്കുഴി, മഞ്ഞ്, കടവ്, ഒരു ചെറു പുഞ്ചിരി എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തപ്പോൾ ഒരു വടക്കൻ വീരഗാഥ, കടവ്, സതയം, പരിണയം എന്നീ ചിത്രങ്ങൾക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും 4 തവണ അദ്ദേഹത്തിന് ലഭിച്ചു. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയുമെല്ലാം കരിയർ ബെസ്റ്റുകൾ എടുത്താൽ അവയിൽ MTയുടെ കഥാപാത്രങ്ങളേറെ. മാധ്യമപ്രവർത്തകനായും എഴുത്തുകാരനായും തിരക്കഥാകൃത്തായും സംവിധായകനായും നിർമ്മാതാവായുമെല്ലാം തൻ്റെ സർഗശേഷിയെ പരിലസിപ്പിച്ച MT അരങ്ങൊഴിയുമ്പോൾ മലയാള സാഹിത്യ ലോകത്തിനേൽക്കുന്ന വിടവ് നികത്താനാകാത്തതാണ്. ജീവിതമെന്ന വലിയ നുണ, മരണമെന്ന വലിയ സത്യം എന്നു തൻ്റെ കാലമെന്ന നോവലിൽ അദ്ദേഹം പറഞ്ഞുവെച്ച വാക്കുകളെ അന്വർത്ഥമാക്കി തൻ്റെ എഴുത്തുവീഥികളിൽ നിന്ന് സ്വർഗം തുറക്കുന്ന സമയം തേടി ആ യുഗസൂര്യൻ വിടവാങ്ങുമ്പോൾ ഓരോ വായനയിലൂടെയും MT ഇനിയും നമ്മിലേക്ക് വരും വരാതിരിക്കില്ല.